ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അഭി പറയുന്നുണ്ട്, ഞാൻ മയങ്ങി കിടക്കുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറായിരുന്നു അത്. താൻ എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എടുക്കാൻ പോയപ്പോഴത്തേനും കോൾ കട്ടായി. വീണ്ടും ശ്രമിച്ചപ്പോൾ ശിവയാണ് എടുത്തത്. എന്നിട്ട് അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, അത് ശിവയോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടുന്നു. ആ സമയത്ത് ശ്രീനാഥിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ മല്ലിക വരുന്നുണ്ട് പുറത്തേക്ക് തന്നെ. അഭിപാപ്പ ഇപ്പം നിങ്ങളുടെ ദേഹത്ത് കാഞ്ചന ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ആ ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അഭി. പെട്ടെന്ന് കാഞ്ചനയാവാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തമിഴിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നേരെ തിരിച്ച് അഭിയുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മല്ലിക. അഭിയുടെ സംസാരത്തിൽ സംസാരിക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് വർഷത്ത്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ട്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോ. അപ്പോഴത്തേനും നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അഭി അകത്തേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ മല്ലികയ്ക്കാണെങ്കിൽ അഭിയുടെ സംസാരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ തന്നെയാണോ അഭി? വേറെ എനിക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ മല്ലികയൊന്നുമല്ല, ഞാൻ തന്നെയാണ്. അഭി തന്നെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് നമ്പറിൽ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ വസുന്ധര. ആ സമയത്ത് ആൻറ്റിയോ, അതാരാണ്? അത് അപ്പുറത്തെ വീട്ടിലെ വിവേകിൻ്റെ അമ്മ ആൻറ്റിയാണെന്ന് പറയുന്നുണ്ട് വർഷ. ഓ, അവരെന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? നീ എത്ര നേരമായിടി പോയിട്ട്? ഇവിടെ എന്തൊക്കെ ജോലി കിടക്കുന്നുണ്ട്, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും നീ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവർക്ക് 2 കൊടുക്കണം, അതിന് വേണ്ടി തന്നെയായിരുന്നു ഞാൻ പോകുന്നതെന്ന് അഭി പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. ആ സമയത്ത് വർഷയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ അഭി ചെന്ന് അവിടെ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എടി, എന്ത് ധൈര്യം ഉണ്ടെടി നിനക്ക് എൻ്റെ മുന്നിൽ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് വസുന്ധര ചൂടായി സംസാരിക്കുന്നു. ഞാൻ അഭിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അഭിയോ? എന്തൊക്കെയാണ് നീ പറയുന്നത്? അങ്ങനെ ധനാങ്കിൾ വരുന്നുണ്ട്. അപ്പോൾ അങ്കിളെ, ഞാൻ അഭിരാമിയാണ്. ഈ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത്? കുറച്ച് കൂടുതലാണ് ഇവർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? മല്ലികയ്ക്ക് എന്താ പറ്റിയത്? ആ സമയത്ത് വർഷം അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം മല്ലികക്ക് അഭി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്. അഭിയാണെങ്കിലോ കാഞ്ചന ദേഹത്ത് കൂടിയതോടുകൂടി തന്നെ അഭിയെ ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് കത്തി എടുക്കാനായിട്ട് പോയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇതെന്താ പരകായ പ്രവേശനം അല്ലേ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് ശരിയാ, പരകായ പ്രവേശനം തന്നെയാണ് സംഭവിക്കുന്നത്. എന്തായാലും ഞാനൊരു കാര്യം തരാം, മോളെ ഈ പൊടി കൊടുത്തിട്ട് അഭിയെ തളർത്തി കിടത്തു, കുറച്ച് നേരം അവൾ ഉറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. ഒരു ഭസ്മം തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭസ്മം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പാലിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അഭി നന്നായിട്ട് ഉറങ്ങുന്നു. ആ സമയത്ത് മോളെയും കൂട്ടിക്കൊണ്ട് വരിക കേട്ടോ വർഷ. എന്നിട്ട് പറയുന്നുണ്ട്, ധനങ്ങളുടെ കഴിവിൽ ആർക്കും വിശ്വാസമല്ല, വിവേകിനും വിശ്വാസമല്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അദ്ദേഹം തന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ശരിയായത്. എന്നിട്ട് വിവേകിനോട് പറയണം ഇതൊക്കെ പഠിക്കാനായിട്ടെന്ന് പറയുന്നു. പിന്നെയാണെങ്കിൽ വസുന്ധര ധനത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് ഭസ്മാണ് ധനം കൊടുത്തത്? ധനത്തിന് ആസ്ട്രോളജി അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ ഇങ്ങനത്തെ മന്ത്രവാദമൊക്കെ അറിയോ? അത് പിന്നെ വസു, എനിക്ക് പണ്ട് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നില്ലേ ഉറക്ക ഗുളിക, അത് 2 പൊടിച്ചിട്ട് ഞാനങ്ങ് കൊടുത്തു, അതാണ് അവൾ ഉറങ്ങാൻ കാരണം. അല്ലാതെ എനിക്കിപ്പോൾ എന്താ? നമുക്കൊരു കാര്യം ചെയ്താലോ, മല്ലികയ്ക്ക് 2 കൊടുക്കാം, ആ ആത്മാവ് അങ്ങ് പോയിക്കോട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് പെട്ടെന്ന് മല്ലിക വീണ്ടും വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? അങ്ങനെ തൃശ്ശൂർ ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള മടി കാരണമല്ലേ ഓരോന്ന് ചെയ്യുന്നത്? ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭിയും, അതായത് മല്ലികയും അതുപോലെ തന്നെ വസുന്ധരയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ധനാണെങ്കിലോ, എൻ്റെ ദേഹത്ത് ഒരു ബാധ കൂടിയിട്ടുണ്ടെങ്കിൽ വസുവിന് 2 കൊടുക്കായിരുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് വസുന്ധരയാണെങ്കിലോ അങ്ങ് ദേഷ്യപ്പെട്ട് നിൽക്കാൻ കേട്ടോ. ഇവൾക്കുള്ള മരുന്ന് എനിക്കുണ്ട്. ഉറക്കുഗുളികയാണോ മാഡം എനിക്ക് തരാനായിട്ട് പോകുന്നത്? ഉറക്കുഗുളികയല്ല, അതിന് ബെസ്റ്റായിട്ടുള്ളൊരു മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചെവിക്കാൽ നോക്കി ഒന്നാണ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ധനവും പേടിക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ ദേഹത്ത് ബാധ കൂടാത്തത് ഭാഗ്യമായിപ്പോയി എന്ന് പറയുന്നു. അങ്ങനെ മല്ലിക തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. ആ സംസാരം പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വിവേകാണെങ്കിലോ വർഷയായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് വിവേക് പറയുന്നുണ്ട്, ഇത് വേറെ എന്തോ പ്രശ്നമാണ്, സൈക്കോളജി പരമായിട്ട് എന്തെങ്കിലും നോക്കുകയായിരിക്കും നല്ലത്, അല്ലാത്ത പക്ഷം അഭിയെ ശരിയാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. വിവേക് എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അഭി ഇങ്ങനെ തമിഴിലൊക്കെ സംസാരിക്കുമോ? അതൊന്നും ചെയ്യില്ല, അവൾക്ക് തമിഴേ അറിയില്ല. മല്ലികാക്കാനോട് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാതെ അവൾക്ക് ഇങ്ങനത്തെ ഭാഷയൊന്നും അത്ര വശമല്ല. അപ്പോൾ അതൊക്കെ വിശ്വസിക്കേണ്ടതല്ലേ ഉള്ളൂ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേന് വിവേക് പറയുന്നുണ്ട്, അച്ഛൻ്റെ ഈ കഴിവിലൊന്നും എനിക്ക് ഒട്ടും വിശ്വാസമല്ല, അതൊക്കെയുണ്ട്. അങ്കിൾ ഒരു പൊടി തന്നിട്ടാണ് അഭി കിടന്നുറങ്ങിയതെന്ന് പറയുന്നു. ആ സമയത്ത് ശിവയും അവിടേക്ക് അഞ്ചുവും വരുന്നുണ്ട് കേട്ടോ. എന്തായിവിടെ പോയ കാര്യം? അവിടെ പരിസരം മൊത്തം അടിച്ചു പെറുക്കി, അങ്ങനൊരു സംഭവമേ ഇല്ല, അങ്ങനെ ആൾക്കാരും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇത് വേറെന്തോ പ്രശ്നമാണ്, ഇവൾക്ക് സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയായിരിക്കും നല്ലതെന്ന് പറയുന്നു.
ഞാനിപ്പോൾ വർഷയോട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറയുന്നു. അബിയാണെങ്കിലും മയങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇന്ന് അബി എങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവളെ നമുക്ക് ചികിത്സിക്കണം, അതിനൊരു സൈക്കോളജിസ്റ്റിനെ വരുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവൾ എന്തൊരു ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നല്ലേ താൻ പറഞ്ഞത്, അതിനെക്കുറിച്ചൊന്ന് ആ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലേ കാര്യങ്ങൾ. അവളുടെ ബാഗ് ഒന്ന് പരിശോധിച്ചാലോ, അത് ശരിയാണോ, അതൊക്കെ ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അവളുടെ ഫ്രണ്ട്, അതായത് അബിയുടെ ഫ്രണ്ടായിട്ടുള്ള ദയ വിളിക്കുന്നുണ്ട് കേട്ടോ സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അബിയല്ല ശിവയാണ്, അബിക്ക് 2 ദിവസമായിട്ട് തീരെ സുഖമില്ല, അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഞാൻ കണ്ടിട്ടുള്ള അബിയാണെങ്കിൽ ഇങ്ങനെയല്ല, എന്തൊക്കെയും പ്രശ്നമുണ്ടോ, ഞാൻ നാളെ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിൽ, അതായത് ദയയുടെ മനസ്സിൽ, അബി പണ്ട് കോളേജിൽ എല്ലാവരും പറ്റിച്ചതുപോലെ പറ്റിക്കുകയാണോ, അതോ അവളുടെ ആ പഴയ പ്രശ്നം വീണ്ടും വന്നോ എന്നാട്ടോ. അപ്പോൾ അബിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പിന്നീട് നമ്മുടെ വർഷയും അതുപോലെ മോൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആ ധനങ്ങൾ പറഞ്ഞിട്ടുള്ള പൂജാരി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധനം എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ. എന്തായാലും നാളെ തന്നെ ഞാൻ അങ്ങോട്ട് വരാം, ബാധ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിപ്പിച്ചങ്ങ് തരാമെന്ന് പറയുന്നു. പക്ഷേ അയാളുടെ ഉദ്ദേശം കുറച്ച് കാശിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ സൈക്കോളജിസ്റ്റ് എന്തായാലും വന്നാൽ അബിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമൊക്കെ ആകും. പിന്നീടാണെങ്കിൽ മൂന്നാരും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം. ആദ്യം തന്നെ സൈക്കോളജിസ്റ്റ് വരട്ടെ, അവളോട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അല്ലല്ല, മന്ത്രവാദി വരുന്നുണ്ടെന്നും പറയുന്നു, നാളെ വെള്ളിയാഴ്ചയാണെന്നും പറയുന്നു. അയാൾ വന്നിട്ട് കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ശിവയാണെങ്കിലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ നടക്കാനേ പോകുന്നില്ല, വേണ്ടതാനും. അതെന്താടോ അങ്ങനെ പറയുന്നത്, അങ്കിൾ പറഞ്ഞിട്ടല്ലേ, ഇതിലൊക്കെ സത്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു സത്യവുമില്ല, താൻ ഇങ്ങനത്തെ പരിപാടിക്ക് ഇവിടെ ആരും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട, ഞാൻ അവരെ കാണിച്ച് പുറത്താക്കുമെന്ന് പറയുന്നുണ്ട്. ആദ്യം തന്നെ ദയ തന്നെ വരുമെന്ന് പറയുന്നു. അല്ലല്ല, ആദ്യം തന്നെ ആ പൂജാരി തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വാശി പിടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അഞ്ച് പറയുന്നുണ്ട്, ആര് വന്നാലും വേണ്ടില്ല, ആ ഒരു കാഞ്ചന ഇങ്ങോട്ട് വരാൻ നിന്നാൽ മതിയെന്നായിട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ നമ്മുടെ ദയ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിയോട് സംസാരിക്കുന്നുണ്ട്. അബി തനിക്ക് ഇങ്ങനെയാണ് തമിഴ് അറിയാത്താൻ, തമിഴ് പഠിച്ചിട്ടുണ്ടോ, പണ്ടൊക്കെ സിനിമ കാണുമെന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യലില്ല, അത് വെച്ചിട്ടാണ് മല്ലികാക്കയോട് ഞാൻ സംസാരിക്കാറെന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്താ പറ്റണമെന്ന് എനിക്ക് അറിയുന്നില്ല, ആകെപ്പാടെ ഒരു ടെൻഷൻ പോലെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ദയക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു. കാരണം അവൾക്ക് എന്താണ് പ്രശ്നം, അതായത് അബി ഒരു മരുന്ന് കഴിക്കുന്നത് പോലും ദയക്കറിയാം. കാരണം അവർ ഒരേ നാട്ടുകാരായതുകൊണ്ടും അവരുടെ ഫാമിലികൾ അറിയുന്നത് കൊണ്ടും അബിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ദയക്ക് അറിയാൻ പറ്റും. എന്തായാലും അബി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അബിക്കൊന്നും മനസ്സിലാവുന്നില്ല, താൻ കാഞ്ചനയാവുന്നത് എങ്ങനെയാണെന്നൊന്നും. ബോധം കെട്ടിട്ട് എണീക്കുമ്പോഴത്തേനും എനിക്കൊന്നും അറിയുന്നില്ല കഴിഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെയാണ് അവളോട് പറയുന്നത്. അങ്ങനെ പൂജാരി വന്നിട്ട് പൂജ തുടങ്ങുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് നാളെ